നമസ്കാരം, എൻ്റെ പേര് ലീജ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്പെഷ്യൽ സാമ്പാർ റെസിപ്പിയാണ്. സാമ്പാർ പൊടിയൊന്നും ചേർക്കാതെ തന്നെ വറുത്തരച്ച സാമ്പാറിനേക്കാളും ഇരട്ടി രുചിയിൽ എങ്ങനെയാണ് സാമ്പാർ തയ്യാറാക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സാമ്പാർ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3 വിസിൽ അടിച്ചെടുത്താൽ മതിയാവും. 250 ml കപ്പിന് അര കപ്പോളം പരിപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ സാമ്പാർ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ 2 തക്കാളി, 2 പച്ചമുളക്, 3 അമരയ്ക്ക, ഒരു പകുതി മാങ്ങ, ഒരു പകുതി സവാള, കറിവേപ്പില, മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക, കിഴങ്ങ്, ചുരയ്ക്ക, മുള്ളങ്കി, അത്യാവശ്യം വേണ്ട വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഏതാ ഉള്ളതെന്ന് പറഞ്ഞാൽ അതെടുക്കുക. നാട്ടിലാണെങ്കിൽ ചേനയും ചേമ്പും ഒക്കെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓണാക്കി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു ഏകദേശം 2 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുത്തായിരുന്നു. അതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ചിരുന്ന പച്ചക്കറിയെല്ലാം ചേർത്ത് കൊടുക്കുവാണ്. ഈ സാമ്പാർ നമ്മളിവിടെ വഴറ്റിയാണ് തയ്യാറാക്കുന്നത്. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 പിഞ്ച് ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ പരിപ്പ് ചൂടോടെയുള്ള സമയത്ത് തവി കൊണ്ടൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുത്തായിരുന്നു. അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി നോക്കുക. ചില ആൾക്കാർക്ക് സാമ്പാർ ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം, ചില ആൾക്കാർക്ക് നല്ല കട്ടിക്കിരിക്കണം. അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പകുതി വെന്തതിന് ശേഷം പുളിവെള്ളവും കൂടെ ചേർക്കാനുള്ളതാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട് സാമ്പാർ ഇവിടെ. അപ്പോൾ മൂടി കൊണ്ട് അടച്ച് ഒരു 7 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് പുളിവെള്ളം ചേർക്കുവാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞയാണ്. ഞാൻ അധികം ചേർക്കുന്നില്ല, മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി മൂടി കൊണ്ട് അടച്ച് 2 മിനിറ്റ് വേവിച്ചെടുത്തതാണ് ഞാൻ. സാമ്പാർ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനുവേണ്ടി ചെറിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം എണ്ണയും ഒഴിച്ചായിരുന്നു. എണ്ണ ചൂടായപ്പോൾ കടുക് ചേർത്തു. കടുക് പൊട്ടിയതിന് ശേഷം ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി 1/4 ഭാഗത്തോളം മൂത്ത ശേഷം ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. നന്നായി മൂത്ത് വന്ന ശേഷം അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി സാമ്പാർ തയ്യാറായിട്ടുണ്ട്. ഒരു തവണ തീർച്ചയായിട്ടും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. നമ്മൾ പ്രത്യേകിച്ച് സാമ്പാറിൻ്റെ പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ ഒന്നും ചേർക്കാതെ നാച്ചുറലായിട്ടാണ് തയ്യാറാക്കിയത്.